സോ വീണ്ടും ഷോയി ഇവനോട് ആ ഒരു ഫീല് കിട്ടിയില്ല, ഒന്നുകൂടെ കിസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഷിയാൻ സമ്മതിക്കാതെ ഇവളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇവൻ വീണ്ടും ആ ഒരു ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുന്നു. പകുതിയിൽ വെച്ച് ഇറങ്ങി വന്നതാണല്ലോ. സോ ഇവൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയോ കറക്റ്റ് ഇവന്റെ മുന്നിൽ വന്ന് പെടുന്നു. ഇവള് ഷിയാനോട് പറയാതെ ആണല്ലോ ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഷിയാനെ പെട്ടെന്ന് കണ്ട് ഇവള് പെട്ടി പിറകിൽ ഒളിപ്പിക്കുന്നു. അപ്പോ ഷിയാൻ ഇവളോട് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അത് പിന്നെ ഞാൻ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ കോൺഫറൻസ് നടക്കുമ്പോ എനിക്കതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോ അതിന് നിങ്ങളുടെ മീഡിയ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഇല്ല വിളിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഗുവാൻജിയോട് പറഞ്ഞു വന്നതാണ് എന്ന് പറയുമ്പോ ഇവനും വേറൊന്നും പറയുന്നില്ല. നന്നായിട്ട് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവന്റെ ആ ഒരു ചേഞ്ചസ് കാണുമ്പോ ഇവൾക്ക് ഒരുപാട് സന്തോഷാവുന്നു. സത്യത്തില് ഇവൾ ഇങ്ങോട്ട് വന്നേക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണല്ലോ. അപ്പോ ഷിയാനും ഷോയിക്ക് മെസ്സേജ് അയച്ച് എന്റെ അനന്തരവള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നിനക്ക് അവളെ പരിചയപ്പെടണ്ടേ എന്ന് ചോദിക്കുമ്പോ ഇവളെ വിചാരിക്കുന്നത് അത് ലഷിയാണ് എന്നാണ്. അത് കേട്ട് ഇവള് ഷോക്കായി. ഇവരെ തമ്മിലെ കണ്ടാലേ അടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇല്ലില്ല ഞാൻ ഇപ്പൊ കാണുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജോലിക്കായിട്ടല്ലേ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഞാൻ എന്തായാലും പിന്നീട് കണ്ടോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോ റുവോയും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഉള്ള അതേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോ ഇവളും ഉള്ളത്. അപ്പോ ഗുവാനും ഇവൾക്ക് മെസ്സേജ് അയച്ച് ഞാൻ ഇന്ന ഹോട്ടലിലുണ്ട്, റൂം നമ്പർ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇവള് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. എങ്കിൽ പോലും ഇവള് ഗുവാനെ കാണാനായിട്ട് ഇറങ്ങുന്നു. പക്ഷെ അപ്പോഴും ഗുവാനുള്ളത് ഷിയുനോടൊപ്പം ആയിരുന്നു. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന കാര്യങ്ങളൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ. സോ ഇവൻ വീണ്ടും മറ്റൊരു പെണ്ണിനോടൊപ്പം നിൽക്കുന്നത് കണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് പോലും ഇവന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇവള് ഗുവാന്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പൊ തന്നെ ഇവളെ ഷോയി വിളിക്കുന്നു. റുവോ ഇവളോട് പറഞ്ഞില്ലായിരുന്നല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം, അതുകൊണ്ട് തന്നെ അല്ല നിനക്ക് ബിസിനസ് ട്രിപ്പുകളൊന്നും ഇഷ്ടമല്ലാത്ത വ്യക്തിയല്ലേ, പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ റുവോ ഗുവാനെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന കാര്യമൊന്നും പറയുന്നില്ല. എന്റെ മുന്നിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയുള്ളപ്പോ അതുകൊണ്ട് ഞാൻ എന്റെ കരിയർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചു, അതിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ഷോയിയും വളരെ നല്ല കാര്യം എന്ന് പറയുന്നു. എന്നിട്ട് ഷോയി റുവോയുടെ അടുത്ത് ലഷി ഇങ്ങോട്ടേക്ക് വന്ന കാര്യം പറയുന്നു. അവളുടെ മുന്നിലെങ്ങാനും ചെന്ന് ചാടോന്ന എന്റെ പേടി എന്ന് പറയുമ്പോ റുവോ അതിനിവിടെ ഒരുപാട് ഫ്ലോറുകളും റൂംസും ഇല്ലേ, അവൾ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വന്നതായിരിക്കും, അല്ലാണ്ട് എന്തായാലും ആ ഒരു കോൺഫറൻസിലൊന്നും പങ്കെടുക്കാനായിട്ട് വന്നതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോ റുവോ ഇവന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ. അവൾ ഇങ്ങോട്ട് എത്തിയ കാര്യം ഇവൻ അറിയാം. സോ താൻ ഇനി എന്ത് ചെയ്താലാണ് നിന്റെ ഒരു ഡിസ്റ്റൻസ് മാറുക എന്ന കാര്യമാണ് ഗുവാൻ ഇപ്പോ ആലോചിക്കുന്നത്. യുവും അതേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോ സ്റ്റേ ചെയ്യുന്നത്. ഇവനിപ്പോ ഷിയുവിന്റെ മെസ്സേജ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവള് പിന്നെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ലല്ലോ. സോ പിന്നെന്താ അയക്കാത്തത്, ഇവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇവൻ ഇപ്പോ ചിന്തിക്കുന്നുണ്ട്. സാധാരണ എപ്പോഴും ഇവന് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അതിനുശേഷം ഷിയാനും ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നു. അപ്പൊ ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് ഇവൻ ചോദിക്ക് ഞാൻ ഇവിടുന്ന് തിരിച്ചു, ഞാൻ എത്താറായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഇവള് അവൻ നേരത്തെ തന്നെ അനന്തരവളെ പരിചയപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇനിയെങ്ങാനും അവളെയും കൂട്ടി വരോ എന്ന് പേടിച്ച് ഞാൻ ഭയങ്കര ടയർഡാണ്, ഞാനിപ്പോ ഉറങ്ങാൻ കിടന്നു, നിങ്ങൾ വന്നിട്ട് കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നൈസിന് ഒഴിവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഷിയാൻ തിരിച്ചെത്തി. ഇപ്പോ ഇവര് മൂന്നുപേരും കൂടിയിരിക്കുകയാണ്. ഷിയാൻ ആ ഒരു ഫംഗ്ഷനിൽ വെച്ച് യാങ്ങിനെ കണ്ട കാര്യം പറയുമ്പോ ഗുവാൻ അയ്യോ പറയല്ലേ, അവന്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുക്കും എന്ന് പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോ ഷിയാൻ വളരെ സന്തോഷത്തില് ഞാൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ട് ഷോയ്ക്ക് മെസ്സേജ് അയക്കുമ്പോ ഇവര് വീണ്ടും അത് ശ്രദ്ധിച്ചിട്ട് ഗുവാൻ നീ കുറെ നാളായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്, ആർക്കായി മെസ്സേജ് അയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ അവന്റെ ഗേൾഫ്രണ്ടിനാണെന്ന് പറയുന്നു. അത് കേട്ട് ഇവര് രണ്ടുപേരും ഷോക്ക് ആവുന്നു. പെട്ടെന്ന് പറ ആരാ, നിന്നെ പോലെ ഒരുത്തന്നെ മെരുക്കിയെടുത്ത പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോ ഷിയാൻ അവൾക്കത് പബ്ലിക് ആക്കാൻ ആഗ്രഹം ഉണ്ടോന്ന് എനിക്കറിയില്ല, അവള് പറയുമ്പോ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാം എന്ന് പറയുന്നു. അപ്പോ യു ഓക്കെ ആളെ പറയണ്ട, പക്ഷെ ലവ് സ്റ്റോറി എങ്കിലും പറയാമോ എന്ന് ചോദിക്കുമ്പോ ഇവനും അത് പറയുന്നു. ഇത് ജസ്റ്റ് ഒരു ഫ്ലർട്ടിംഗ് ആയിട്ട് തുടങ്ങിയതാണ്, പക്ഷേ ഗ്രാജുവലി അവള് എന്നോടൊപ്പം പ്രണയത്തിലായി, ഇതുവരെയൊക്കെ എത്തിയ കാര്യങ്ങള് എന്ന് പറയുമ്പോ ഗുവാൻ നമ്മളൊക്കെ ഇനി എന്നാണോ എന്തോ എന്ന് പറഞ്ഞ് വളരെ സാഡായിട്ട് യുവിനോട് ചിയേഴ്സ് പറയുന്നു. അപ്പൊ ഇവരുടെ ആ ഒരു പരിഭവം കണ്ട് ഷിയാൻ എന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തില് നിങ്ങൾക്ക് കല്യാണ എക്സ്പീരിയൻസ് കൂടുതല്, പിന്നെ എന്തിനാ എങ്ങനെ സെന്റി അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ യു ദേ ഇവനെ വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയുന്നു. അപ്പോ ഷിയാൻ ഇത്രയും ഗ്ലാമർ ആയിട്ടുള്ള ഒരുപാട് നോളജ് ഉള്ള പ്രൊഫസറിന് ഒരു പെണ്ണും പിറകെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോ എന്റെ പിറകെ അങ്ങനെ ആരും നടക്കാറില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്തായാലും എന്നോട് താല്പര്യമില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യക്തിക്ക് എന്നോട് നല്ല താല്പര്യമുണ്ട്,
പ്രണയം അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോ ഗുവാൻ അവനൊരു വിരഹ കാമുകനാണല്ലോ ഇപ്പോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സങ്കടത്തില്ല. ഇതൊക്കെ കേട്ട് എനിക്ക് അങ്ങനെ ഒരു ടച്ചിങ് സ്റ്റോറി പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുന്നു. അവസാനം യു ആണ് അവനെ റൂമിലേക്ക് തൂക്കിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഷോയി തലേന്ന് നേരെ ചൊവ്വെ ഉറങ്ങിയിട്ടേയില്ല. കാരണം ലക്ഷ്യയെ പറ്റി ആലോചിച്ച് പെട്ടെന്ന് ഇവരുടെ രണ്ടുപേരുടെ മുന്നിലേക്ക് അവളെ വന്ന് ചാടിക്കഴിഞ്ഞാല് എന്തായിരിക്കും ഇവള് ചെയ്യുക, എന്താ പറയാ എന്നൊക്കെയാണ് ഇവളുടെ ഫുള്ള് കൺഫ്യൂഷൻ. അതിനുശേഷം ഇവളെ പോവാൻ റെഡിയായി ഇറങ്ങുമ്പോ ഇവൾക്ക് വേണ്ടി ഷിയാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവളെ പേടിച്ചാണ് അവന്റെ കൂടെ നടന്നു പോകുന്നത്. പെട്ടെന്നങ്ങാനും ലവള് വന്ന് ചാടോ എന്ന് പേടിച്ച്. അപ്പോ ഷോയി ഷിയാനോട്, അല്ല നിങ്ങളുടെ അനന്തരവള് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, എന്തിനാ പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ അവള് ചിപ്പ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടാണ് എന്ന് പറയുമ്പോ ഇവള് പെട്ട അവസ്ഥയിലാവുന്നു. ലഷി അങ്ങോട്ട് വരില്ല എന്നാണല്ലോ ഷോയി വിചാരിച്ചിരുന്നത്. ഇപ്പോ സമാധാനായി. അതുകൊണ്ട് തന്നെ ഇവള് ഷിയാനോടൊപ്പം വണ്ടിയിൽ ഇരിക്കുമ്പോ പോലും ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോ ഇവളെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് ഇവൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഷോയി, എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ കാരണം ഇന്നലെ ഉറങ്ങാനേ പറ്റിയില്ല, അതിന്റെ ഒരു മൂഡ് ഓഫ് ആണ് എന്ന് പറയുന്നു. അപ്പോ ഷിയാനും എങ്കിൽ പിന്നെ നീ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇവന്റെ ഷോൾഡർ കിടക്കാനായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇവര് അങ്ങോട്ട് എത്തുമ്പോഴും ഇവള് ഷിയാനോട്, നിങ്ങൾ മുന്നേ പോക്കോ, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവളെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുന്നു. അപ്പോ ഷിയാനും, അതെന്താ നിനക്ക് എന്നോടൊപ്പം വരാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് അതിന് നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അത് ലക്ഷ്യയുടെ മുന്നിലാണെങ്കിൽ ഇവള് പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. സോ ഷിയാനും, നീ ഫ്രണ്ടിനെ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നേ തന്നെ നടക്കുന്നു. അങ്ങനെ ഇവളും ലക്ഷ്യയെ പ്രതീക്ഷിച്ച് ഒരുപാട് സമയം പുറത്തു നിൽക്കുന്നു. അവള് കയറി പോയിട്ട് അതിന്റെ പിന്നാലെ വല്ലതും പോയി ഒളിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടും അവളെ കാണുന്നില്ല. ഇനി എന്തായാലും അവള് വരാൻ പോകുന്നില്ല എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ കറക്റ്റ് നമ്മുടെ ഷിയാന്റെ യഥാർത്ഥ അനന്തരവള് ഇവളുടെ പിന്നില് വരുന്നു. ഇവൾക്കറിയില്ലായിരുന്നല്ലോ ഷിയു ഇങ്ങോട്ട് വരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവളെ കണ്ട് ഷോക്കായി. അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടാണ് എത്തിയത് എന്ന് പറയുന്നു. അപ്പോ ഷോയി ഫ്രണ്ടിനോടൊപ്പം ആണ് ഇങ്ങോട്ട് വരുന്നത് എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഓഫീസിലൊക്കെ. അതുകൊണ്ട് തന്നെ ഷിയു, അല്ല ഫ്രണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള്, എന്റെ ഫ്രണ്ട് പുള്ളിക്കാരി ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഷിയാന്റെ കൂടെയാണ് വന്നത് എന്ന് ഇവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഷിയു ഇവിടെ പഠിക്കാനായിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഷൂയും, നിനക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും നീ പ്രിപ്പയർ ആക്കിക്കോണം, എന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് നീ എന്തായാലും ഉണ്ടാവണം, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം എന്ന് പറയുമ്പോൾ ഇവള് ഷൂയി പറയുന്നത് ഒന്നുമല്ല ശ്രദ്ധിക്കുന്നത്. ഇവൾ അവിടെ യുവിനെയാണ് പരതുന്നത്. അവനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവളെ ഇങ്ങോട്ട് എത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളെ യുവിനെ അവിടെ കാണുമ്പോൾ ഷൂയിയോട്, ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നേരെ യുവിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ യോം ഇവളെ കണ്ട് ഷോക്കായി. അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവൾ ആദ്യം, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാ വന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഭയങ്കര നാണക്കേടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന്, അല്ലല്ല അങ്ങനെയല്ല, ഞാനൊരു ട്രെയിനി റിപ്പോർട്ടർ അല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാനുണ്ട്. സോ അതിനായിട്ട് ഗുവാൻജിയോട് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറയുമ്പോ ഇവൻ, ഓ നിനക്ക് ഗുവാനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളും, അറിയാം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നു. പക്ഷേ ഇവനത് അത്ര പിടിക്കുന്നില്ല. കാരണം ഗുവാൻ ഒരു പ്ലേ ബോയ് ആണ് എന്ന് ഇവൻ ഓൾറെഡി അറിയാലോ. സോ ഒരു ചെറിയ അസൂയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ, ആ ശരി നിന്റെ വർക്ക് നടക്കട്ടെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഗുവാനും റുവോയെ കണ്ട് നേരെ ഇവളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരുന്നു. പക്ഷേ ഇവിടെ ഇത്രയും നേരം ഇവനെയാണ് വായി നോക്കിക്കൊണ്ട് നിന്നത്. പക്ഷെ ഇവൻ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോ ഇവളെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇവളെ ഇങ്ങോട്ട് ക്ഷണിച്ചതുപോലെ തന്നെ ഇവൻ ഷിയുനെയും ഇങ്ങോട്ട് ക്ഷണിച്ചു എന്ന് തന്നെയാണ് ഇവള് വിചാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഗുവാന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എങ്കിൽ പോലും ഈ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അതിനുശേഷം ഷൂയി അകത്തേക്ക് വരുന്ന സമയത്ത് ഇവളെ കണ്ട് ഷിയാനും യുവും അതുപോലെ തന്നെ യാങ്ങും ഒരുമിച്ച് ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവരെ മൂന്നുപേരെയും ഒരുമിച്ച് കണ്ട് ഷോക്കായി. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവര് മൂന്നുപേരും ഇവളോട് അവരുടെ അടുത്ത് വന്നിരിക്കാനായിട്ട് പറയുന്നു. ഫ്രണ്ട് റോയില് ഷിയാന് ഇവര് രണ്ടുപേരും വന്നിരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഷോയിക്കും പെട്ടെന്ന് എന്ത് പറയണോന്ന് അറിയില്ല. പക്ഷെ ഇവളെ അങ്ങോട്ട് ക്ഷണിച്ചത് ഷിയാൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരനോടൊപ്പം ഇരുന്നോളാം എന്ന് ഇവള് പറയുന്നു. സോ ഇവളിപ്പോ ഷിയാന്റെ അടുത്ത് ഫ്രണ്ട് റോയില് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ ഷിയാൻ കുറച്ച് ഓക്കെ അല്ലാന്ന് ഇവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ സോപ്പിടാനായിട്ട്, നിങ്ങൾക്ക് കോഫി വേണോ, നമുക്ക് പോയി എടുത്തിട്ട് വന്നാലോ എന്ന് ചോദിക്കുമ്പോ യു, എങ്കിൽ പിന്നെ എനിക്കും വേണം, ഞാനും വരാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പോ ഷിയാൻ ആണെങ്കിൽ ഇവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ഷൂയി, അയ്യോ എനിക്ക് പെട്ടെന്ന് ഒരു തലറക്കം പോലെ, എനിക്ക് നടക്കാൻ വയ്യ, ശരീരമൊക്കെ തളരുന്ന പോലെ ഫീൽ ആകുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോ യുവിന് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന്.
അതുകൊണ്ട് തന്നെ അവൻ എങ്കിൽ പിന്നെ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഷൂയി ഷിയാനോട് യുവിനെ പറ്റി സംസാരിക്കാൻ വരുമ്പോ ഷിയാൻ നീ എന്താ പറയാൻ വരുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, എല്ലാം കോയിൻസിഡൻസ് ആണ് എന്നാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ അതെ എനിക്ക് നിങ്ങളുടെ അത്ര പുള്ളിക്കാരനോട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷിയാന് ആ കാര്യങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും ഇവളോട് അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. അവര് ബ്ലൈൻഡ് ഡേറ്റിന് പോയ കാര്യങ്ങളൊക്കെ. സോ ഇവന്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇനി മാറ്റുന്നത് എന്ന് ചിന്തിച്ച് ഇവള് ടെൻഷനിലിരിക്കുന്ന സമയത്ത് കറക്റ്റ് യാങ് ആ ഒരു റോയില് മറ്റൊരു സൈഡിലാണ് ഇരുന്നത്. പക്ഷേ ഷൂയിയുടെ അടുത്തുള്ള ആളെ ഇവൻ പിടിച്ച് മാറ്റിയിട്ട് ഇവളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പോ ഇവള് എല്ലാം കൊണ്ടും പെട്ട അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ യാങ് ഷൂയെ വളയ്ക്കാൻ വേണ്ടിട്ട് ഷൂയോട് സംസാരിക്കാൻ വരുമ്പോ തന്നെ ഷിയാൻ ഇവളുടെ കൈ പെട്ടെന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അവന്റെ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഷിയാൻ ഇപ്പോ ആ ഒരു കാര്യം ചെയ്യുന്നത്. യാങ്ങിനും ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇവിടെ ഷിയു അവളുടെ കോഫി ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ യുവും കോഫി വാങ്ങാനായിട്ട് എത്തുന്നത്. ഇവളെ പെട്ടെന്ന് ഇവനെ പ്രൊഫസർ എന്ന് വിളിക്കുമ്പോ സോ ഇവൻ ഇവൾക്കും കൂടി വേണ്ടിയിട്ടുള്ള കോഫിക്ക് ഓർഡർ കൊടുത്തിട്ടാണ് ഇവളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോ ഷിയു ഇവനോട് ഞാൻ എപ്പോഴും നിങ്ങളെ പ്രൊഫസർ പ്രൊഫസർ എന്നല്ലേ വിളിക്കുന്നത്, എനിക്ക് അത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ആവുന്നത്, നമ്മൾ അത്രയ്ക്ക് സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവനും എങ്കിൽ പിന്നെ നീ യു എന്ന് വിളിച്ചോളാനായിട്ട് പറയുന്നു. ഇവൾക്കും അത് കേട്ട് സന്തോഷാവുന്നു. അതുപോലെ തന്നെ ഇവളും അപ്പൊ ഇവനോട് നിങ്ങളും എന്നെ മിസ് എന്ന് വിളിക്കണ്ട, എന്റെ പേര് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ ഇവളുടെ ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ഗുവാൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇവന്റെ മനസ്സിൽ ആ ഒരു അസൂയ കിടപ്പുണ്ടല്ലോ അതുകൊണ്ട്. അപ്പൊ ഇവളും അറിയില്ല, പുള്ളിക്കാരൻ എന്നെ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് പോയതാ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയാണോ എന്തോ എന്ന് പറയുന്നു. അപ്പോ യുവിന്റെ ആ ഒരു ഓർഡർ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിലൊരു കോഫി ഷിയുവിനും അവൻ കൊടുക്കുന്നു. ഇവൾക്ക് വളരെ സന്തോഷാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഓർഡർ ചെയ്ത് വെച്ച ആ ഒരു സാധനം എടുക്കാൻ പോകുന്നില്ല. അപ്പൊ ഗുവാൻ അകത്തേക്ക് കയറാൻ വരുമ്പോഴേക്കും പുറത്ത് റുവോയെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് വന്ന് നീ അകത്ത് കയറുന്നില്ലേ, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുമ്പോ റുവോ നിങ്ങൾക്കൊക്കെ VIP സീറ്റ് ആയിരിക്കും, ഞങ്ങള് മീഡിയ റെപ്രസെന്റേറ്റീവ് ആണ്, അതുകൊണ്ട് മീഡിയ സെഷനിലായിരിക്കും, പിന്നെ നമ്മൾ എങ്ങനെയാ ഒരുമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം, നീ എന്റെ അടുത്ത് തന്നെ ഇരുന്നാ മതി എന്ന് പറയുമ്പോ ഇവള് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഒഴിഞ്ഞു മാറി പോകുന്നു. ഇവള് ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് പോകുമ്പോ ഇവന് നല്ല നിരാശയാവുന്നുണ്ട്. അങ്ങനെ ഷിയു യുവിനോടൊപ്പം അകത്തേക്ക് വരുമ്പോ ഫ്രണ്ട് റോയിൽ തന്നെയാണല്ലോ ഷിയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്തായാലും യുവിനോടൊപ്പം അങ്ങോട്ട് ചെല്ലാൻ സാധിക്കില്ല. സോ നിങ്ങൾ മുന്നേ നടന്നോ, ഞാൻ മീഡിയ സീറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോ അവനും എങ്കിൽ പിന്നെ ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഇവള് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഇവളുടെ അങ്കിളിന്റെ അടുത്ത് നിന്ന് വളരെ ദൂരെ വേണം എനിക്ക് സീറ്റ് എന്ന്. പക്ഷെ യുവിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റാത്തതിൽ ഇവൾക്ക് നല്ല നിരാശയുണ്ട്. സോ അങ്ങനെ ആ ഒരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഷിയാനും യാങ്ങും ഷൂയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഷിയുവും ഏറ്റവും ബാക്കിലിരുന്ന് ഫ്രണ്ടിലുള്ള യുവിനെയും അവനെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് എത്തിയത്. അപ്പോ അവിടെ നടക്കുന്ന ആ ഒരു കോൺഫറൻസിനെ പറ്റി യാങ് ഷൂയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോ ഷിയാന് അതൊന്നും തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിനക്ക് തന്നിരിക്കുന്ന ആ ഒരു നോട്ടിൽ നോക്കിയാൽ മതി, അതിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവൾക്ക് വയറുവേദന സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പീരീഡ്സ് പെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുകയാണ്, അവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. സോ ഷിയാൻ ഇവളുടെ ആ ഒരു അസ്വസ്ഥത മനസ്സിലാക്കി എന്ത് പറ്റി സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളും ഇല്ല എനിക്ക് അത്ര പോരാ, ഞാൻ ഹോട്ടലിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ ഇവനും പെട്ടെന്ന് അസിസ്റ്റന്റിന്റെ മെസ്സേജ് അയച്ച് ഷൂയെ ഹോട്ടലിൽ എത്തിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഉടനെ തന്നെ ഷൂയെ അസിസ്റ്റന്റിനോടൊപ്പം അവിടെ നിന്ന് പോകുന്നു. യാങ് ഇവളോട് എന്ത് പറ്റി, ഞാൻ കൂടെ വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷൂയെ ഒന്നും മിണ്ടാതെ അവനോടൊപ്പം പോകുന്നതിന് മുന്നേ ഇവൻ ഷൂയുടെ കയ്യിൽ നിന്ന് ആ ഒരു അവളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അവൾക്ക് ആ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ അതിൽ നോട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു മീറ്റിംഗിന്റെ ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ ഇവൻ ഷൂയെ വിളിച്ചു നോക്കുന്നു. പക്ഷെ അവള് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോ അസിസ്റ്റന്റും ഇവനോട് വന്ന് മാഡം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഇവന് അവൾക്ക് എന്താ പറ്റിയത് എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ സീറ്റിൽ നീ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ഷൂയുടെ അടുത്തേക്ക് പോകുന്നു. ഇവളിവിടെ നല്ല വേദനയായിട്ട് കിടക്കാണ്. പക്ഷെ ഇവള് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഷിയാൻ ഇവളുടെ അടുത്തുണ്ട്. ഇവളും അവനെ കണ്ട് ഒന്ന് ഞെട്ടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുന്നു. ഇവൻ അത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ പോലും ഇവളെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷാവുന്നുണ്ട്. സോ ഷിയാനും അവള് ഉറങ്ങുന്നത് വരെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോ രണ്ടാമത്തെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഷൂയെ ഇവിടെ ഇവളുടെ അമ്മ വിളിക്കുന്നു. അമ്മ വിളിച്ചിട്ട്
എന്നിട്ട് നീയും യു ആയിട്ടുള്ള ഡേറ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? പിന്നെ നിങ്ങൾ ഡിന്നറിന് പോയായിരുന്നോ? മൂവിക്ക് പോയായിരുന്നോ? നീ നിന്റെ കസിൻസിനെ കണ്ടുപഠിക്ക. അവരുടെ കൂടെയൊക്കെ എപ്പോഴും ഓരോ പയ്യന്മാരാ. നീ മാത്രമായി ഈ കാര്യത്തിൽ ഇങ്ങനെ ഉളപ്പുന്നത് എന്ന് പറയുമ്പോ അതെല്ലാം തന്നെ ഷിയാനും കേൾക്കുന്നുണ്ട്. അപ്പോ ഇവളമ്മയോട് എനിക്ക് സംസാരിക്കാൻ മൂടില്ല, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയുമ്പോ അമ്മ നിനക്ക് യുവിനെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്, ഞാൻ പിന്നെ നിർബന്ധിക്കില്ല എന്ന് പറയുമ്പോ ഇവളും ശരിയാ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ അമ്മ എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറയുമ്പോ ഇവള് ഞാൻ അമ്മയ്ക്കൊരു ഫോട്ടോ അയച്ചതല്ലേ, വേറെ ആരെയും നോക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ അവര് ഫോൺ വെച്ചിട്ട് മറ്റാരെയോ അന്വേഷിക്കാനായിട്ട് പോയി. അപ്പോ ഷിയാൻ ഇവളോട് നിന്റെ അമ്മ നിനക്ക് ബ്ലൈൻഡ് ഇട്ട് നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അല്ല, അമ്മ ഒരു പുതിയ ഡോഗിനെ വാങ്ങുന്ന കാര്യമോ പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പോ ഇവനത് വളരെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. ഇവൻ ഒരുപാട് സമയമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് നിങ്ങള് ഇനി തിരിച്ചു വെക്കോ, മീറ്റിംഗ് ഉള്ളതല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഷിയാനും ഇവളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവനോട് നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവള് വയ്യാതെ പോയി എന്ന് അറിഞ്ഞിട്ട് റുവോയും ഇവളെ കാണാനായിട്ട് വരുന്നു. ഷിയാൻ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. അതിനുശേഷം ഷിയാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് കാരണം ഇവന് ഒരാളായിട്ട് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഷിയാനും അദ്ദേഹത്തെ കൂട്ടി സംസാരിക്കാനായിട്ട് പോകുന്നു. അപ്പോ ഷോയി റുവോടെ അടുത്ത് ഇവള് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഷിനിനെ കണ്ട കാര്യം പറയുന്നു. എന്നിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങളും ഇവളോട് പറഞ്ഞിട്ട് എനിക്ക് ഇനിയും ഷിയാനോട് ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല, ഞാൻ ചെയ്ത് തെറ്റ് ഏറ്റു പറയാൻ പോവാണ് എന്ന് പറയുമ്പോ റുവോ നീയും ഷിയാനും റിലേഷൻഷിപ്പിലായിട്ട് കുറച്ച് കാലയളവനായത്, പെട്ടെന്ന് നീ ഇങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരൻ എന്തായാലും ഷിയാൻ ചോദിച്ച പോലെ തന്നെ ചോദിക്കും, എന്തായാലും പുള്ളി നിന്നോട് ബ്രേക്കപ്പ് പറയും. നീ ഇപ്പൊ പുള്ളിക്കാരനോടൊപ്പം നിൽക്കുന്നത് റിയൽ ആയിട്ടാണ്, അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഷിയാൻ ആ ഒരു രീതിയിൽ വിശ്വസിക്കണമെന്നില്ല. ആർക്കായാലും ഒരാളെ പറ്റിക്കായിരുന്നു എന്ന് അറിയുമ്പോ പിന്നീട് ആ ഒരു ബന്ധം തുടരണോ വേണ്ടയോ എന്ന് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കും. അതുകൊണ്ട് നീ എടുത്തു ചാടി വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോണ്ട. ഷിയാനെ ഒരുപാട് സ്നേഹിക്കുന്നു, നീ എന്ത് പറഞ്ഞാലും ചെയ്താലും പുള്ളി നിന്നെ വിട്ടിട്ട് പോവാൻ പോകുന്നില്ല. എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ മാത്രം നീ ഇത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ ഇവൾക്കും ആ ഒരു പറയാമെന്ന് മൂടങ്ങ് പോകുന്നു. അപ്പോ ഷിയാൻ ഇവിടെ മീറ്റ് ചെയ്തേക്കുന്ന ഇയാള് ഇവരുടെ ആ ഒരു ലെയാൻ കമ്പനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് സപ്പോർട്ട് നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഷിയാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹവും ഇവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോ ഷോയെ ഇവളുടെ സീനിയർ വിളിച്ചിരിക്കുകയാണ് അയാളുടെ മാരേജ് ക്ഷണിക്കാനായിട്ട്. ഇവൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് തന്നെയാണത്. ഇവരുടെ ചൈനീസ് ന്യൂ ഇയർ വരാനായിട്ട് പോവാണ്. സോ അതിന്റെ 4ാമത്തെ ഡേ ആണ് ആ ഒരു വെഡിങ്. സോ ഇവളും ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ സീനിയർ ഇവളോട് ഇവള് ഷിന്നുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന കാര്യവും അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ അയാൾക്ക് അറിയാം. ഇദ്ദേഹം ഷിന്നുമായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പുള്ളിക്കാരനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ഷോയോട് ചോദിക്കുമ്പോൾ ഇവളും വിളിച്ചോ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയുന്നു. അപ്പോ ആ സീനിയർ ചിലപ്പോ പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ടും കൂടി വരാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞ് ഇവൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇവൾക്ക് ലക്ഷ്യം അങ്ങോട്ട് വരുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ മറ്റൊരാളുടെ വിവാഹമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ വിളിച്ചോളാനായിട്ട് പറയുന്നു. അപ്പോ ഇവിടെ ആ ഒരു പ്രോഗ്രാം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോവാനായിട്ട് ഇറങ്ങുന്നു. അപ്പോ യു നോക്കുമ്പോ ഷിയു വളരെ ആശയക്കുഴപ്പത്തില്ല അവിടെ തന്നെ ഇരിക്കുന്നത് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരു കാര്യം മനസ്സിലാവാതെ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് യു ഇവളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് കണ്ട് അത് റയറായിട്ട് സംഭവിച്ചൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തില് ഇവൾ ആ ഒരു സംശയം ഇവനോട് പറയുമ്പോ ഇവള് അതിനെപ്പറ്റി അത്ര തലപുകയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവള് റിപ്പോർട്ടർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ടെക്നോളജി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട കാര്യമൊന്നും ഇവർക്കില്ല. സോ ആ കാര്യങ്ങളിൽ ജസ്റ്റ് അറിവുണ്ടായാൽ മാത്രം മതി എന്ന് പറയുമ്പോഴാണ് ഇവളും ആ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്. അപ്പോ ഷിയു ഇവനോട് ഗുവാനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അവൻ പോയി എന്ന് യു പറയുന്നു. അപ്പോ ഇവളും പുള്ളിക്കാരന് എന്ത് പറ്റിയതാണോ എന്തോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഷോക്കാണ് എന്ന് പറയുമ്പോ യു ഒന്നും മിണ്ടുന്നില്ല. എങ്കിൽ പിന്നെ മറ്റൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു യു അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവള് പെട്ടെന്ന് ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോ 40 മിനിറ്റ് കഴിഞ്ഞ് ഒരു വണ്ടി കിട്ടും. അത് ഇവളിങ്ങനെ എന്ത് കഷ്ടമാണ് എന്ന രീതിയിൽ പറയുമ്പോ അത് അങ്ങോട്ട് പോവാൻ തുടങ്ങിയായിരുന്നു യു കേൾക്കുന്നു. സോ ഇവളോട് ഷിയു നീ വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവളത് കേൾക്കേണ്ട താമസം ദീന വരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ പിറകെ ചെല്ലുന്നു. അങ്ങനെ ഷിയാനും തിരിച്ച് റൂമിലെത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഷോയി ഇവന് മെസ്സേജ് അയച്ച് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോ ഇവനും അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നു. നീ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോ ഇവളും എഴുന്നേറ്റു, എനിക്ക് ഇനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് പുറത്തു വല്ലതും പോയാലോ എന്ന് ചോദിക്കുന്നു. ഇവൻ ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ ഇവള് ഇന്ന് ഫുൾ ഒരു മൂഡ് ഓഫ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞ് നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്ന് പറയുന്നു. ഇവളും ഭയങ്കര ഹാപ്പി ആവുന്നു. സോ ഇവരിപ്പോ അടുത്ത് തന്നെ ഒരു മൂവി കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവള് ആ ഒരു മൂവി ടിക്കറ്റിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് കണ്ട് ഷിയു ഇവൾക്ക് മെസ്സേജ് അയച്ച് ഈ പാതിരാത്രി ആരോടൊപ്പം സിനിമയ്ക്ക് പോയത്? ഫ്രണ്ടിനോടൊപ്പമാണോ? നിങ്ങൾക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
എനിക്കുണ്ട് കുറെ എണ്ണം, ഒരു ഉപയോഗമില്ല എന്ന് പറയുമ്പോ അത് കേട്ട് ഇവളും ചിരിക്കുന്നു. ഇവൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഷിയാനാണ് കൂടെ ഉള്ളത് എന്ന്. ഇവളുടെ ആ ഒരു പോസ്റ്റ് ഷിയാനും കണ്ട് ലൈക്ക് ചെയ്യുന്നു. അപ്പോ ആ ഒരു ലൈക്കിന്റെ കാര്യം ഷിയോന് കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ട് ഇവള് നല്ലോണം ഷോക്ക് ആവുന്നു. ഇവളെ വിചാരിക്കുന്നത് ഷിയാന് ഷോയെ ഇഷ്ടമല്ല എന്നാണല്ലോ. മാത്രമല്ല അവൻ അങ്ങനെ ആർക്കും ലൈക്ക് ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. സോ ഇവൾക്കത് ഭയങ്കര അത്ഭുതമാവുന്നുണ്ടെങ്കിലും ഷിയാൻ അവളോടൊപ്പം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അറിയാം. ഈ ചാറ്റ് ഐഡി ഉള്ളതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിരിക്കും. അങ്കിളിന്റെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അല്ല, ഈ അങ്കിള് പാതിരാത്രിക്കൊക്കെ ആരുടെയെങ്കിലും പോസ്റ്റിന് ലൈക്ക് ചെയ്യോ? ഇനി അങ്കിളിന് പുള്ളിക്കാരി ആയിരിക്കോ ഇഷ്ടം എന്ന് വരെ ഇവളെ ചിന്തിക്കുന്നു. അങ്ങനെ ആയിരിക്കില്ല. ഇനി പുള്ളിക്കാരി ഫ്രണ്ടിനോടൊപ്പമാണ് എന്ന് പറഞ്ഞത് യുവിനോടൊപ്പം ആയിരിക്കോ പോയത് എന്നാലോചിച്ച് ഇവൾക്ക് തീ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളത് കൺഫേം ചെയ്യാനായിട്ട് നേരെ യുവിന്റെ റൂമിലേക്ക് പോകുന്നു. പക്ഷെ ഇവൾക്ക് ആ ഒരു റൂമിന്റെ പുറത്ത് വന്നിട്ട് ഡോറിൽ തട്ടാനുള്ള ധൈര്യം വരുന്നില്ല. ഇവൻ ഷോയോടൊപ്പം പോയിട്ടില്ലെങ്കിൽ ഈ പാതിരാത്രി ഡോറിൽ തട്ടിക്കഴിഞ്ഞാല് പുള്ളിക്കാരന് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഇവൾ അവനെ വിളിക്കാൻ പോകുന്നില്ല. അവിടെ തന്നെ നിൽക്കാണ് ചിന്തിച്ചുകൊണ്ട്. എന്നാൽ ഇവൾ ഇങ്ങനെ പുറത്ത് ചുറ്റിത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ യുവനെ താഴെ റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ റൂമിന്റെ പുറത്ത് ആരോ കുറച്ച് സമയമായിട്ട് ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന കാര്യം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവനും അകത്തോട് ചെക്ക് ചെയ്യുമ്പോ പുറത്ത് ഷിയു ആണ് ഉള്ളത്. ഇവളിവിടെ എന്ത് ചെയ്യാ എന്ന് നോക്കാനായിട്ട് ഇവൻ ഡോർ തുറക്കാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഗുവാനും പുറത്തേക്ക് വരുന്നു. സോ യു ചിന്തിക്കുന്നത് ഷിയോ ഇവന്റെ റൂമിന് പുറത്ത് വന്നതായിരിക്കില്ല, ഗുവാനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നതായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവൻ പിന്നെ വാതില് തുറക്കുന്നില്ല. സത്യത്തില് ഗുവാനെയും റിസപ്ഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ റൂമിന് പുറത്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ ചുറ്റി തിരിയുന്നുണ്ട് എന്ന്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവനും പുറത്തു വന്നത്. ഇവരുടെ രണ്ടുപേരുടെയും റൂം ഓപ്പോസിറ്റ് ആണ്. സോ ഗുവാൻ ഇവളോട് വന്ന് നീ ഇവിടെ എന്ത് ചെയ്യാ? പാതിരാത്രി നിനക്ക് ഉറക്കമൊന്നുമില്ലേ? വെറുതെ ഓരോ വള്ളികൾ പിടിച്ചു വെക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോ ഇവൻ ഇത്രയും നന്നായിട്ട് ഈ രാത്രി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നത് കണ്ട് ഇവള് അല്ല നീ ഇപ്പൊ ഈ പാതിരാത്രിക്ക് എങ്ങോട്ടായി പോകുന്നത്? ആരെ കാണാനാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവളെ പിടിച്ച് പുറത്താക്കി അവനോട് ചെന്ന് പോകുന്നു. ഇവൾക്ക് യു അകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയാനേ വയ്യ. ഡോറിൽ തട്ടാനുള്ള ധൈര്യവും ഇവൾക്കില്ല. സോ അവൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കാണ്. ഗുവാൻ അപ്പോ ഒരുങ്ങി ഇറങ്ങിയത് മറ്റെങ്ങോട്ടേക്കും അല്ല, റുവോയുടെ അടുത്തേക്കാണ്. ഇവനെ കണ്ട് ഇവള് ഈ സമയത്ത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇവരുടെ ആ ഒരു മൂവി കഴിഞ്ഞു. അതിലെ ഹീറോയിനും ഷൂയെ പോലെ തന്നെ ഹീറോയെ ചതിച്ചിട്ട് അവനോടൊപ്പം സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഹീറോ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പിരിയുന്നത്. ഇവളുടെ ലൈഫിലെ കാര്യങ്ങളും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണല്ലോ. സോ ഷിയാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ആയിരിക്കുമോ തന്നോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അപ്പോ ഗുവാൻ ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവളോട് നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഇവന്റെ ആ ഒരു മനസ്സിലുള്ള ഇഷ്ടം ഇവളോട് പറയാൻ നല്ലോണം ശ്രമിച്ചിട്ട് ഇവനെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഇവളെ വിട്ടുകളയാൻ ഇവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവളോട് നമ്മുടെ ഈ ഒരു ബന്ധം തമാശയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കതിനുള്ള കോൺഫിഡൻസ് പോരാ. അതുകൊണ്ട് തന്നെ നിനക്കൊരു പ്രോമിസ് തരാനും എന്നെ കൊണ്ടാവുന്നില്ല. സോ നീ എനിക്ക് കുറച്ച് സമയം തരണം. പക്ഷേ നീ എന്നെ അവോയ്ഡ് ചെയ്യരുത്, എനിക്കത് താങ്ങാനാവുന്നില്ല എന്ന് പറയുമ്പോ റുവോയും ഇവൾക്കും ഇവനെ ഇഷ്ടം തന്നെയാണല്ലോ. ശരി, ഞാനിനി നിങ്ങളെ അവോയ്ഡ് ചെയ്യില്ല, ഞാനും നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന് പറയുമ്പോ ഗുവാനും ഓക്കെ പറഞ്ഞ് ശരി നമുക്ക് രണ്ടുപേർക്കും ആലോചിക്കാം എന്നൊരു തീരുമാനത്തിൽ അവരെത്തുന്നു. അപ്പോഴേക്കും ഇവര് മൂവി കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷോയെ ഷിയാനോട് പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഷിയാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവളോട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവളും കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു, രണ്ടുപേരുടെ അഭിനയം സൂപ്പർ ആയിരുന്നു, അവരുടെ സ്നേഹവും ഇടപെടലും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ ഷിയാൻ ഇവളോട് ഞാൻ കണ്ട സിനിമ തന്നെ ആണോ കണ്ടത്? അതിലെ നായിക മരിച്ചു, നായകൻ സൂയിസൈഡ് ചെയ്തു, പിന്നെ എങ്ങനെ അതൊരു നല്ല സിനിമയാവുന്നത്? നമ്മള് ശരിക്കും ഒരു സിനിമയെ കുറിച്ച് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇവളുടെ ശ്രദ്ധ ഇടയ്ക്ക് വെച്ച് വിട്ടുപോയിരുന്നല്ലോ. ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ഇവൾക്കൊരു സംശയം വരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഷിയാൻ പറയുന്നതായിരിക്കും ശരി എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അതിനുശേഷം ഇവര് രണ്ടുപേരും തിരിച്ച് ഹോട്ടലിലേക്ക് എത്തുമ്പോ ഇവള് അവിടെ റുവോയും ഗുവാനെയും ഒരുമിച്ച് കാണുന്നു. റുവോയും പെട്ടെന്ന് അവിടെ ഷൂയെ കണ്ട് ഇവളുടെ പേര് വിളിക്കുമ്പോ ഇവള് ഷിയാന്റെ കയ്യില് പിടിച്ചേക്കായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ ഇവളെ കൈവിടുന്നു. ഇവര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം റുവോയ്ക്ക് അറിയാമെങ്കിലും ഗുവാൻ അറിയില്ലല്ലോ. ഇവള് കൈവിട്ടത് ഷിയാന് തീരെ പിടിക്കുന്നില്ല. ഇവള് ഇവന്റെ കൂടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മറച്ചു പിടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ഷിയാന് അത് തീരെ പിടിക്കുന്നില്ല. അപ്പോ ഗുവാന് ഇവര് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ ഷൂയി
അല്ല നിങ്ങളിവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോ റുവോ ഞങ്ങള് ഇപ്പോ ഒന്ന് ബൈ ചാൻസ് കണ്ടുമുട്ടിയതാണ് എന്ന് പറയുന്നു. അപ്പൊ ഷോയും അതെ അതെ ഞങ്ങളും ഇപ്പോ ദേ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഖുവാനും ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഷിയാനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷിയാൻ ഇവളെ തുറച്ചു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇവൾക്ക് ആ ഒരു നോട്ടം കണ്ട് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോ ഇവിടെ ഷിയു ആണെങ്കിൽ യുവിനോട് ഒരു മൂവി ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പടം കാണാൻ പോയാലോ, വളരെ നല്ല സിനിമയാണെന്നാ പറയുന്നത്, നല്ലൊരു റൊമാൻറ്റിക് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇവള് പ്രതീക്ഷിക്കുന്നത് എന്തായാലും യു ഇവളോടൊപ്പം ചെല്ലും എന്നാണ്. പക്ഷേ യു ഇല്ല, ഞാൻ നാളെ ഫുള്ള് ബിസിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അത് കേട്ട് ഇവൾക്ക് നല്ല നിരാശയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഷിയാനും വളരെ നിരാശയിലാണ്. കാരണം ഷോയി ഇവനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പില് കൺഫേം അല്ല, അതുകൊണ്ടാണ് അവൾ അത് പബ്ലിക് ആക്കാൻ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ പല ചിന്തകളിലാണ് ഇപ്പോ ഷിയാനുള്ളത്. അപ്പോ ഷോയി അവര് കണ്ട ആ ഒരു മൂവിയെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ അതൊരു ഹാപ്പി എൻഡിങ് തന്നെയാണ്. ഷിയാൻ പറഞ്ഞതുപോലെ ആയിരുന്നില്ല അതിന്റെ സ്റ്റോറി. അതുകൊണ്ട് തന്നെ ഇവള് നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്, ആ മൂവി ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ, ഹാപ്പി എൻഡിങ് ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ പക്ഷെ നീ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴൊക്കെ വേറെ എവിടെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. ഇവള് ആ ഒരു സിനിമയിൽ ഫോക്കസ് ചെയ്യാതെ പല ചിന്തകളിലായിരുന്നല്ലോ. സോ ഇവളെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു കാര്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ഒരു കോൺഫറൻസിലെ രണ്ടാമത്തെ ദിവസമാണ്. ആ ഒരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിനു മുന്നേ തന്നെ പല കമ്പനികളുടെ പ്രോഡക്ട്സ് പരിചയപ്പെടാനും കൂടുതൽ അറിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ പോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ യാങ് അവിടെ നമ്മുടെ ഷോയെ കണ്ട് അവൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇവൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇവളോട് ഇന്നലത്തെ ആ ഒരു പ്രശ്നങ്ങൾക്ക് മാറി ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോ ഇവളും ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നു. അപ്പോ യാങ് ഇന്നലെ ഇവള് മിസ് ചെയ്ത ആ ഒരു കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാം എന്ന് പറയുമ്പോ ഇവൾക്ക് കറക്റ്റ് ഷിയാൻ മെസ്സേജ് അയച്ച് ആ കാര്യങ്ങൾ അടങ്ങിയ എല്ലാ PDF-ഉം അതുപോലെ തന്നെ ഓഡിയോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവളും അത് കണ്ട് വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഷൂയി യാങ്ങിനോട് വേണ്ട, അതെന്റെ ഫ്രണ്ട് എല്ലാം എനിക്ക് കളക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോ യാങ്ങിന് മനസ്സിലാവുന്നുണ്ട് അത് ആരാണ് എന്ന്. ഓ ഷിയാൻ എന്നെക്കാളും ഒരു പടി മുന്നിലായി പോയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവളും അത് അവനല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോ ഇവളോട് യാങ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വിളിക്കുന്നു. ഷോയി എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ഇവൻ വിടുന്ന ലക്ഷണമൊന്നുമില്ല. സോ ഇവരുടെ ഇന്നത്തെ ആ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ അപ്പോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഷോയിയെ വിളിച്ച് അകത്തേക്ക് വരുന്നു. ഇന്ന് യാങ്ങും അതുപോലെ തന്നെ ഷിയാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലാണ് വരുന്നത്. അവരുടെ രണ്ടുപേരുടെയും കമ്പനികൾ തമ്മിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ബ്രൂസിനെ ഷിയാന്റെ കമ്പനിക്ക് നഷ്ടപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷിയാൻ ബ്രൂസ് ഇവരുടെ കൂടെ ഇല്ലെങ്കിലും ഇവരുടെ കമ്പനി നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് ഷിയാൻ എല്ലാവരോടും പറയുന്നു. അവൻ വളരെ കോൺഫിഡൻസിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഷോയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നു. അപ്പോ പുറത്ത് ഷിയു ആ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് യുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ യുവിനെ കണ്ട് ഇവള് അടുത്തേക്ക് ചെന്ന് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോ ഇവൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവള് എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. ഇവനും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ഇത്തവണ അവൻ അങ്ങനെ ഒരു എതിർപ്പൊന്നും പറയുന്നില്ല, എനിക്കും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. ഷൂയും ഷിയാനും അവിടെ നിന്ന് ലാസ്റ്റ് ആണ് ഇറങ്ങുന്നത്. ഇവരും ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോ യാങ് ഇവളെ പുറകേന്ന് വിളിച്ച് ഷിയാനോട് വന്നിട്ട് നിങ്ങൾക്ക് ഷൂയെ നന്നായിട്ട് അറിയാമോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറയാൻ വരുമ്പോഴേക്കും ഷൂയി ഇടയ്ക്കേറി അവിടെ ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച് ഷിയാൻ എന്റെ എന്ന് പറയാൻ വരുന്നുണ്ട്. ഷിയാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാനാണ് വരുന്നത്. അപ്പോഴേക്കും യാങ് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവളും അല്ല എന്ന് പറയാൻ പോകുന്നില്ല, അതെ എന്ന് തന്നെയാണ് ഇവനോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാങ് ഷിയാനോട് ഞാനൊരു കാര്യം പറയാം, ഷൂയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ഇവൾക്ക് ദേഷ്യം വന്ന് ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് യാങ്ങിനോട് പറയുന്നു. അപ്പോ ഇവൻ ഞാനിത് തമാശയ്ക്ക് പറഞ്ഞതല്ല, ഞാൻ സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിയാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കാണ്. അപ്പോ യാങ് ഭയങ്കരമായിട്ട് ഒരു വെല്ലുവിളി തന്നെ നടത്തുകയാണ്. നമ്മൾ രണ്ടുപേരില്ല എന്തായാലും പ്രണയത്തിലായാലും വർക്കിലായാലും വിജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ ഷിയാൻ ഇവനോട് ലയാനും ഹെമയും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി തന്നെ അതിൽ വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്കോട്ട് ഇവളെ വിലപേശുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, കാരണം ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇവളെ എനിക്ക് അങ്ങനെ കാണാൻ മാത്രമാണ് താല്പര്യം. പിന്നെ ഷൂയാണ് അവൾക്ക് ആരെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്, അത് അവളുടെ സ്വാതന്ത്ര്യവും അവളുടെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവന്റെ ആ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഷോയ്ക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. നല്ല രീതിയിൽ തന്നെയാണല്ലോ ആ ഒരു പ്രശ്നം ഷിയാൻ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവര് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ ഇവൻ പിന്മാറുന്ന ലക്ഷണമൊന്നും ഇല്ല. അപ്പോ ഇവരിവിടെ ഫസ്റ്റ് ടൈം ആണല്ലോ ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ഷിയുവിന്റെ ആഗ്രഹം. അപ്പോ ഇവളെ
ഇവള് യുവിനോട് എത്ര നാളായില്ലേ ഞാൻ ഈ ഒരു ആവശ്യം പറയാൻ തുടങ്ങിയിട്ട്, അവസാനം എന്തായാലും അത് സാധിച്ചു എന്ന് പറയുമ്പോ യു അല്ല നിനക്ക് എന്നോടൊപ്പം ഫുഡ് കഴിക്കാൻ എന്താ ഇത്ര താല്പര്യം എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ഇതുവരെ മനസ്സിലായില്ലേ, ഫുഡ് കഴിക്കുമ്പോ നമ്മൾ തമ്മിലുള്ള അകലം കുറയും, അടുപ്പം കൂടും, നിങ്ങൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, സോ അതുകൊണ്ടൊക്കെയാണ് എന്ന് പറയുമ്പോ ഇവൻ എന്റെ ഒരു സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോ ഇവള് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോ യു ഒന്നും മിണ്ടുന്നില്ല. അപ്പോ ഷിയു വീണ്ടും എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത തവണ വീണ്ടും ഞാൻ ഇതുപോലെ ഒരു ഡിന്നർ തരട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്നു. അപ്പോ ഇവൾക്കും അത് കേട്ട് വിഷമായി. ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ തരുന്നില്ല, നിങ്ങള് തന്നാ മതി എന്ന് പറയുമ്പോ അത് കേട്ട് യു ഒന്ന് ഞെട്ടുന്നു. ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവള് മടുക്കുന്നില്ലല്ലോ എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇവളെ ബുദ്ധിപൂർവം തന്നെയാണല്ലോ ആ ഒരു കാര്യം പറഞ്ഞത്. ഇവൻ നോ പറഞ്ഞാൽ അതൊരു ഡിസ്റെസ്പെക്ട് ആയിരിക്കുമല്ലോ. സോ ആ ഒരു രീതിയില് ഇവരും അപ്പോ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഷോയി ഷിയാന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൾക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഷിയാനോട് ലയാൻ രക്ഷപ്പെടുത്താൻ ചെറിനെ കൊണ്ട് ആകുമോ എന്ന് ചോദിക്കുന്നു. അപ്പോ ഷിയാൻ ചിലപ്പോ ലയാൻ പരാജയപ്പെടും, അതുപോലെ തന്നെ ഞാനും എന്റെ കമ്പനിയും, ഞാൻ തോറ്റുപോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോ ഞാൻ എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വരും, അത് ഞാൻ മുന്നേയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് എനിക്ക് വലിയ പരിഹാസങ്ങളും കളയാക്കലും ഒക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല, നീ കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഷോയും എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ ഫേസ് ചെയ്യും, ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും, ഞാൻ അത്ര റിച്ചൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു നോർമൽ ലൈഫൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഹേമ കമ്പനി ആണല്ലോ ഇവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആയിരിക്കുന്നത്. അതിനുശേഷം റുവോ അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോ തിരിച്ചു പോവുകയാണ്. ഗുവാൻ ഇവളോട് നീ പോവാണോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ ഞാൻ പോവാണ്, ഇനി ഞാൻ എന്റെ ജോലിക്കാരിയും കൂടി നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണോ, എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇവളെ പോകാൻ തുടങ്ങുന്നു. ഇവന് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവളെ കാറിൽ കയറിയിട്ട് ഇവനോട് എന്തോ പറയാൻ വരുന്നുണ്ട്. പക്ഷെ കറക്റ്റ് സമയം തന്നെ ഷിയോ ഇവനെ വന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ റോയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ അവളെ പറയാൻ വന്ന കാര്യം പറയുന്നില്ല. വണ്ടി എടുക്കാനായിട്ട് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അവളുടെ കൂടെയുള്ളത് അവളുടെ കൊളീഗാണ്. അങ്ങനെ റുവോ അവിടെ നിന്ന് പോയതിനു ശേഷം ഷിയോ ഗുവാനോട് വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് കാരണമാണല്ലോ ഇപ്പോ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഗുവാൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം ഇവരുടെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ വരുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല ചൈനീസ് ന്യൂ ഇയർ കൂടിയാണ്. സോ ഇവർക്ക് വീണ്ടും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഷോയി ഈ വെക്കേഷന് നാട്ടിൽ പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഷിയാനോട് പറയുമ്പോൾ ഷിയാനും ഇവളോട് ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ ഇവൾക്കും സന്തോഷാവുന്നു. കാരണം ഇവര് ഇനി ഒരുപാട് ദിവസം കാണാതെ പിരിഞ്ഞിരിക്കാനായിട്ട് പോവുകയാണല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഇവരൊക്കെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഷിയാന്റെ കമ്പനി മറ്റൊരു ബാറ്ററി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നല്ലോ. ജോഹെ എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര്. സോ ആ ഒരു കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ ലാഭവും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് അത് ഷെല്ലാൻ കമ്പനിയുടെ അത്രയും മികച്ചതൊന്നും അല്ല എന്നാണ് ഈ അങ്കിളുമാരുടെ അഭിപ്രായം. എന്നാൽ ഷിയാൻ എല്ലാവരോടും അത് കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള ഷെല്ലാന്റെ ലാഭമാണ്, എന്നും നിലനിൽക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കമ്പനിയിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നു. അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ബാക്കി എല്ലാവർക്കും ഫീൽ ആവുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒഴിച്ച് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഇവിടെ ഷോയിയും ഷിയുനോട് ആ ഒരു ജൂഹെ കമ്പനി പറ്റിയുള്ള റിപ്പോർട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നു. അപ്പോ യൂലിംഗ് വീണ്ടും ഷോയിയോട് അവരുടെ ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അറിയിക്കുമ്പോ അവളുടെ ആ ഒരു പെരുമാറ്റം ഇതുവരെ പഴയതുപോലെ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹോങ് ഇവളെ എത്ര നാൾ ഇങ്ങനെ മറ്റുള്ളവരെ കബളിപ്പിച്ച് നടക്കുമെന്ന് നമുക്ക് കാണാം. ഒരു നാൾ കള്ളൻ പല നാൾ പിടിയിൽ എന്ന് പറയുമ്പോ അത് കേട്ട് ഷോയ്ക്ക് നല്ല ഫീൽ ആവുന്നു. കാരണം ഇവള് ഷിയാനോട് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണല്ലോ അവനോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നു. എന്നാൽ ആ സമയം തന്നെ ഷിയാൻ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ ക്ഷണിക്കുന്നു. പക്ഷെ ഇവൾ ആ ഒരു മെസ്സേജ് കണ്ടിട്ടും അവന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ആ ഒരു മീറ്റിംഗിന് ശേഷം എല്ലാവരും അവരുടെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നു. പക്ഷെ ഷോയി ഓവർ ടൈം പണിയെടുക്കാനായിട്ട് പോവാണ്. പക്ഷെ ഷിയാൻ ആണെങ്കിൽ ഇവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇവൾക്ക് വേണ്ടി. ഇവള് വരും എന്ന പ്രതീക്ഷയില്. പക്ഷെ ഇവള് അവന് മെസ്സേജ് അയക്കുന്നത് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇന്ന് എപ്പോ തീരുമെന്നും പറയാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസം നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അയക്കുന്നു. ഇവൻ താഴെ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഇവൾക്ക് അറിയില്ല. അപ്പോ ഷിയാന് അത് കേട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ ഇവനോട് നമുക്ക് പോയാലോ സർ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇവളെ റുവോ വിളിക്കുമ്പോഴും ഇവള് അത്ര ഹാപ്പി മൂഡിലൊന്നും അല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റുവോ നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കറിയില്ല, എനിക്ക് പേടിയാവോ, എത്ര നാളാ ഇനിയും ഷിയാന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്,
പുള്ളിയുടെ റിയൽ ഫീലിംഗ്സിനല്ലേ ഞാൻ ഹേർട്ട് ചെയ്യുന്നത്. ഷിയാൻ എന്നോട് വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്, പക്ഷെ എനിക്കതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. എന്റെ മനസ്സിൽ ഫുള്ള് കുറ്റബോധമാണ് എന്നൊക്കെ പറയുമ്പോ റുവോ, നീ അന്ന് ഹോട്ടലിൽ വെച്ച് ഷിയാനെ കൈവിട്ടിരുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പോഴും നീ ആ റിലേഷൻഷിപ്പില് കോൺഫിഡന്റ് അല്ല. അപ്പോ നീ ആ ഒരു കാര്യം ഷിയാനോട് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഏത് രീതിയിൽ എടുക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ നിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷിയാനോടൊപ്പം കൂടിയത് എന്നേ വിചാരിക്കൂ എന്ന് പറയുമ്പോ ഷൂയി, അതെന്തായാലും ഷിയാന്റെ അനന്തരവള് വഴി ഉടനെ തന്നെ ഷിയാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള്, അപ്പോഴേക്കും എന്തായാലും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരിക്കും. അതുവരെ നീ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യ്. അപ്പോ അവളെ എന്ത് ഷിയാനോട് പറഞ്ഞു കൊടുത്താലും ഷിയാൻ നിന്നോട് ക്ഷമിക്കാതിരിക്കില്ല. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് നീ ആ ഒരു കാര്യം മറന്നേക്ക് എന്ന് പറയുമ്പോ ഇവൾക്കും ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് ശരി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.